ഞങ്ങൾ പോയി കൈ കഴിയപ്പോഴേക്കും സ്വാമി ടവ്വൽ കൊണ്ടുവരികയാണ് കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹോസ്പിറ്റാലിറ്റി ആരാ ചെയ്യണത് എന്നുള്ളത്. അവിടെ വിളമ്പി തരുന്ന കൂട്ടോട് പറഞ്ഞു, അച്ഛന് എല്ലാം ചോദിച്ചിട്ട് കൊടുത്താൽ മതി, വളരെ കുറച്ചേ കഴിക്കുള്ളൂ. സ്വാമി പറയാണ്, അപ്പോൾ ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ചേ കൊടുക്കും. ഇവന് നിറയെ കൊടുത്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളന്ന് ചെറുപ്പമാണല്ലോ, അവന് നിറയെ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, അതുകൂടി ഓരോരോ കാര്യത്തിലും എത്രമാത്രം സ്വാമി ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. ഒരിക്കൽ സ്വാമി വൈറ്റ് ഫീൽഡ് ഉണ്ടാവുന്ന കാലത്ത്, അന്നൊന്നും ആ വൈറ്റ് ഫീൽഡൊന്നും ഒന്നുമില്ല, കാടുമായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ ഒരു MG റോഡിലൊരു വൃന്ദാവൻ ഹോട്ടലുണ്ട്. അവിടെ താമസിച്ചിട്ട് ഞങ്ങൾ കാറിൽ രാവിലെയും വൈകുന്നേരം വരും, അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാമി പേഴ്സണലാണ്, അതെന്താണെന്ന് ഞാനല്ല, ഒരു അസൈൻമെൻറ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് ചെയ്തു ആ അസൈൻമെൻറ്റ് പണി തീർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം 1:30 മണി, ഉച്ചയ്ക്ക് ഒരു 1:30 മണിയോളായി. അപ്പം അച്ഛൻ അന്ന് വയസ്സ് 70 ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ടേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, അവിടെ ഒന്നുമില്ല. അപ്പം നേരെ വേഗം മടങ്ങാം എന്ന് പറഞ്ഞിട്ട്, വർക്ക് ഇവിടെ തന്നെയായിരുന്നു, വൈറ്റ് ഫീൽഡിൽ തന്നെയായിരുന്നു, കുറച്ച് ദൂരത്തായിരുന്നു. അപ്പോൾ ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, അച്ഛാ നമ്മളൊരു അസൈൻമെൻറ്റ് സ്വാമി തന്നതല്ലേ. അന്നത്തെ സെക്രട്ടറി രാമബ്രഹ്മം എന്ന് പറഞ്ഞിട്ടൊരാളാണ്. അപ്പോൾ ആ രാമബ്രഹ്മത്തിനോട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ, രാമബ്രഹ്മം ഇടയ്ക്ക് സ്വാമീനെ കാണുന്നതാണ്, ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ പോവാം, ഒരു 2 മിനിറ്റ് അവിടെ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. രാമബ്രഹ്മ ഇരിക്കുന്നതിൻ്റെ ഇതിലേക്ക് പോയിട്ട് ഞാൻ പറയാൻ പുറപ്പെടാകുമ്പോഴേക്കും രാമബ്രഹ്മം പറഞ്ഞു, ഡോണ്ട് ടോക്ക് നോ എനിത്തിങ്. സ്വാമി 2 പ്രാവശ്യമായി ആളെ അയക്കുന്നു, അവർ വന്നു ചോദിച്ചിട്ട് വേഗം പോവും, സ്വാമിയുടെ വീട്ടിലേക്ക് ഉടനെ പോകുമെന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഒന്നും സംസാരിക്കേണ്ട പറഞ്ഞു. സ്വാമി 2 പ്രാവശ്യം വിളിച്ചു. ഞങ്ങൾ അപ്പം എനിക്ക് തോന്നി മനസ്സിൽ, എത്ര നന്നായി നമ്മൾ നേരിട്ട് പോയിരുന്നു, വൈകുന്നേരം ഭജനയ്ക്ക് വരുമല്ലോ, അപ്പോൾ പറഞ്ഞാൽ മതിയല്ലോ എന്ന് അങ്ങോട്ട് വിചാരിച്ചു എന്നുണ്ടെങ്കിൽ, നോക്കൂ സ്വാമി എത്രമാത്രമാണ് നമുക്ക് ഒരു ഉത്തരവാദിത്വം തന്നാൽ അത് ചെയ്തു എന്ന് അറിയിക്കാൻ സ്വാമി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതാണ്. ഏത് വർക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരുടെ അടുത്താണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്തു എന്നുള്ളത്, എന്നാലേ അതിൻ്റെ മുഴുവനും തീരുള്ളൂ എന്നുള്ളത്. ഞങ്ങൾ നേരെ സ്വാമിയുടെ, അന്ന് ഈ വീടല്ല, പഴയ വീടാണ്, മുകളിൽ സ്വാമി വാതിലിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ അച്ഛനും കൂടി കയറി ചെന്നു. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ആൾക്ക് ഇരിക്കാനുള്ള വലിയ മേശ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഇരിക്കും. സ്വാമിയുടെ ചെയറ് ചെറുത് ഒരു ചെയർ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാമീനെ കാണാം, സ്വാമി ഒന്നിച്ച്. അങ്ങനെ ആരൊക്കെയാണ് സ്വാമി വിളിക്കുന്നത് വെച്ചാൽ അങ്ങനെയാണ് അവിടുത്തെ ആ സെറ്റപ്പ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ പോയി കൈ കഴിയപ്പോഴേക്കും സ്വാമി ടവ്വൽ കൊണ്ടുവരികയാണ് കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹോസ്പിറ്റാലിറ്റി ആരാ ചെയ്യണത് എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വന്നിട്ട് അച്ഛനെ പിടിച്ചിരുത്തി. ഞാൻ നിന്നു, എന്നപ്പോൾ ഉക്കാരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേണ്ട സ്വാമി, ഞാൻ സ്വാമി നിൽക്കുകയാണ്. സ്വാമിയുടെ കസേരയുടെ അപ്പുറത്തെ ഈ വാതിൽ അവിടെയിട്ട് കൈ 2 പിന്നാപുറത്ത് കെട്ടിയിട്ട് സംസാരിക്കുകയാണ്. ആദ്യം സ്വാമിയാണ് ഞങ്ങൾക്ക് വിളമ്പി തന്നത്. ഫസ്റ്റ് സ്വാമിയാണ് വിളമ്പി തന്നത്, ആപ്പിൾ വിളമ്പി തന്നു. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞപ്പോൾ സ്വാമി എൻ്റെ തോളത്ത് പിടിച്ചിരുത്തി, ചൊന്നാ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തി. ശരി ഇരുന്നു. എന്നിട്ട് അവിടെ വിളമ്പി തരുന്ന കൂട്ടോട് പറഞ്ഞു, അച്ഛന് എല്ലാം ചോദിച്ചിട്ട് കൊടുത്താൽ മതി, വളരെ കുറച്ചേ കഴിക്കുള്ളൂ. സ്വാമി പറയാണ്, അപ്പോൾ ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ചേ കൊടുക്കും. ഇവന് നിറയെ കൊടുത്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളന്ന് ചെറുപ്പമാണല്ലോ, അവന് നിറയെ കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, അതുകൂടി ഓരോരോ കാര്യത്തിലും എത്രമാത്രം സ്വാമി ശ്രദ്ധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് സംസാരിച്ചു സ്വാമി ഓരോന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാണ്, ഇന്നേക്ക് TA പൈ വന്നിരുന്നത് അന്നത്തെ റെയിൽവേ മിനിസ്റ്ററായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് കഴിഞ്ഞ് സ്വാമി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം അവർക്ക് ഉടനെ പോകണം. അപ്പോൾ സ്വാമി പറഞ്ഞു ഊണ് കഴിക്കാൻ അവരെ വിളിച്ചു. ഞാൻ അതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്നു എന്ന് സ്വാമി പറയാണ്. ഞാൻ അവരുടെ കൂടെ ഇരുന്ന് എൻ്റെ കഴിഞ്ഞു എന്നുള്ള മാതിരി, അതായത് ഞങ്ങളെ വെയിറ്റ് ചെയ്തില്ല എന്നുള്ളൊരു നോക്കൂ, ആരാ പറയണതും കൂടി ആലോചിക്കണം. അതിനാൽ ഞാൻ അവരുടെ കൂടെ ഇരുന്നു, അവർക്ക് ശീഘ്രം പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ സംഗതികൾ പറയുമ്പോഴും നമുക്ക് എന്തൊക്കെയൊക്കെയോ നമുക്കതൊന്ന് മനസ്സിലാക്കാണ്ട്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മളെങ്ങനെ പെരുമാറണം, ഹോസ്പിറ്റാലിറ്റി, നമ്മുടെ അതൊക്കെ ആലോചിക്കണം.
അങ്ങനെ ഇൻസിഡൻറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് പോയി വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ സ്വാമി 6:30 അന്നൊക്കെ വരിക ദർശനത്തിന്. അപ്പം പുറത്തിരിക്കുന്ന കാലമായിരുന്നു, 73 ഞങ്ങളൊക്കെ പുറത്തിരിക്കാം. അപ്പോൾ സ്വാമി അടുത്തുകൂടെ വന്നിട്ട് ചോദിച്ചു, ഒരു സാധാരണ ചോദിക്കുന്ന ചോദ്യമല്ല ചോദിച്ചത്, അല്ലെങ്കിൽ എപ്പോൾ വന്നു, ഫാമിലി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ടുണ്ടോ, അങ്ങനെ നീ എപ്പോൾ തിരുപ്പി പോരാറ് എന്ന് ചോദിച്ചു. ആരെങ്കിലും ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? എപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ ഞാനൊരു പർപ്പസിന് വന്നിരിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്ന് സ്വാമി ഉടനെ വിളിക്കണം, എൻ്റെ ഡിമാൻഡാണ് അതൊക്കെ. സ്വാമി വിളിക്കണം, അനുഗ്രഹം തരണം, അത് കഴിഞ്ഞ് കോഴിക്കോട്ട് പോകണം, അവിടുന്ന് അതൊക്കെ. ഇല്ല സ്വാമി, എനിക്ക് നാളേക്ക് തന്നെ പോകണം. സ്വാമിൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ പോകണം സ്വാമി എന്ന് പറഞ്ഞു. നാളേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സ്വാമി, സ്വാമി എപ്പോൾ സ്വന്തം, എപ്പോഴും അങ്ങനെയാണ് സ്വതേ സ്വാമി പറയണേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഡിമാൻഡായപ്പോൾ സ്വാമി എന്നെ ആ ഒരു എന്താ പറയുക, പഴയ ആ സ്നേഹം കൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ സ്വാമി എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ അപ്പോഴേ ഞാൻ പോകുള്ളൂ. ரொம்ப സന്തോഷം എന്ന് പറഞ്ഞു 3 പ്രാവശ്യം എന്നെ തട്ടി. അതുതന്നെ സ്ഥിതി. പിന്നെ സ്വാമി പറയണ്ടേ പോകാനുള്ളത്. എനിക്ക് 10-ാം ദിവസം അവിടെ ജോയിൻ ചെയ്യണം. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു. ദർശനത്തിന് വന്നാൽ തിരിഞ്ഞു നോക്കില്ല, എന്നെ ഒഴിവാക്കും. അത് കഴിഞ്ഞ് അകത്ത് പോയി ഭജന ചെയ്യുമ്പോൾ സുഖമായിട്ട് സ്വാമി എൻജോയ് ചെയ്യും.